കേരളത്തിലെ മതങ്ങളുടെ സംഗമത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഒട്ടേറെ മതങ്ങൾ ഒന്നിച്ചു ചേർന്നതിൻ്റെ കഥ കേരളത്തിലുണ്ട്. അതിപ്രാചീന കാലത്ത് തന്നെ ഭാരതത്തിലെ എല്ലാ മതങ്ങളുടെയും തത്വചിന്താ പദ്ധതികളുടെയും ഒരു സംഗമ സ്ഥലമായിരുന്നു കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജൈന ബുദ്ധ മതങ്ങൾക്ക് പുറമെ ക്രിസ്തുമതം, യഹൂദമതം, ഇസ്ലാം മതം എന്നീ പ്രധാനപ്പെട്ട ലോകമതങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ വേരുറപ്പിച്ചിരുന്നു. ഈ മതങ്ങൾക്കെല്ലാം കേരളത്തിലുണ്ടായിരുന്ന വളർച്ചയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഫസ്റ്റ് വൺ ദ്രാവിഡ മതത്തെക്കുറിച്ചിട്ട് പറയാം. ആദ്യ മതം എന്ന് പറയുന്നത് ദ്രാവിഡ മതമാണ് കേരളത്തിലത്. പ്രാകൃതമായിട്ടുള്ള ആരാധനാനുഷ്ഠാനങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കുലദൈവങ്ങളെയും നദികളിലും വൃക്ഷങ്ങളിലും മലകളിലും മറ്റും കുടികൊള്ളുന്ന ശക്തികളെയും അവർ ആരാധിച്ചിരുന്നു. ഗ്രാമങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മറ്റു ദൈവങ്ങളും രോഗം കൊണ്ടുവരുന്ന പിശാചുക്കളും അവർക്കുണ്ടായിരുന്നു. അവർ ആട്ടവും പാട്ടവും ആയിട്ട് നിവേദ്യം നൽകിയിട്ടാണ് ദേവന്മാരെയും ദേവിമാരെയും എല്ലാം പൂജിച്ചിരുന്നത്. സംഘകാലത്ത് രാജാക്കന്മാരും മറ്റു ജനങ്ങളും ഇഷ്ടകാര്യ ലാഭത്തിനു വേണ്ടിയിട്ട് കൊറ്റവൈ എന്ന സമരദേവതയെ അഥവാ ദ്രാവിഡ ദുർഗ എന്നും കൊറ്റവൈനെ അറിയപ്പെടുന്നുണ്ട്. കൊറ്റവൈനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ പൂജകളെല്ലാം നടത്തിയിരുന്നു. പല്യാനെ ചെൽക്കഴു കൊട്ടുവൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേര രാജാവ് ഈ ദേവിക്ക് ഇറച്ചിയും കള്ളും നിവേദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രാചീന കേരളീയർ പൂർവികന്മാരെയും ആരാധിച്ചിരുന്നു. മരിച്ചുപോയ വീരന്മാർക്ക് സ്മാരകശിലകൾ നടുക്കൽ സ്ഥാപിക്കുന്നതും അവരെ പൂജിക്കുകയും ചെയ്തിരുന്നത് ഇതിന് തെളിവായിട്ട് നമുക്ക് പറയാം. വൃക്ഷാരാധനയും സാധാരണമായിരുന്നു കേരളത്തിൽ. ആൽമരത്തിൽ ദേവന്മാരുടെ അധിവാസമുണ്ടെന്ന് വിശ്വസിക്കുകയും അവരെ ഭക്തിപൂർവ്വം പൂജിക്കുകയും ചെയ്തിരുന്നു. പിന്നെ സംഘകാലഘട്ടത്തിൽ കേരളത്തിൽ നാഗാരാധന ഉണ്ടായിരുന്നതിനായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ AD 7-ാം നൂറ്റാണ്ട് വരേക്കും ഗണപതി പൂജയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. കേരളീയർ ദ്രാവിഡ ആരാധനാ സമ്പ്രദായങ്ങളുമായിട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് അഥവാ ക്രിസ്തുവർഷത്തിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളിലാണ് ജൈന ബുദ്ധ മതങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മണ മതങ്ങൾ, വേദ മതങ്ങൾ കേട്ടോ, വൈദിക മതം. ഇത് ജനങ്ങളിൽ ഒരു വിഭാഗം ഈ മതങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണമാവുകയും ക്രിസ്തു വർഷത്തിൻ്റെ ആദ്യ ശതകങ്ങളിൽ ബഹുഭൂരിപക്ഷം കേരളീയരും ദ്രാവിഡ ആചാരങ്ങൾ തുടർന്നു പോയിരുന്നതിനായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഇതാണ് സംഘം കൃതികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൈന ബുദ്ധ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുകയും അതേസമയം വേദവിധി പ്രകാരമുള്ള കർമാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന എല്ലാ മതങ്ങളോടും ഒരുപോലെയുള്ള സ്വഭാവം പുലർത്തുന്ന വിശാല മനസ്കരായിരുന്നു അന്നത്തെ കേരള ജനത. ജൈനമതത്തെക്കുറിച്ചിട്ട് നോക്കുമ്പോൾ BC 3-ാം നൂറ്റാണ്ടിലായിരിക്കണം ജൈനമതം കേരളത്തിൽ പ്രവേശിച്ചത്. മൗര്യ ചക്രവർത്തിയായ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിൻ്റെ 15-ാമത്തെ ഭരണവർഷത്തിൽ സിംഹാസനം കൈവെടിഞ്ഞ് ഭദ്രബാഹു എന്ന പേരുള്ള ജൈവ സന്യാസിയോടൊപ്പം മൈസൂരിലെ ശ്രവണബൽഗോളയിൽ വന്നിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ചന്ദ്രഗുപ്തനും ഭദ്രബാഹുവും അവിടെ താമസിക്കുന്ന കാലത്ത് ദക്ഷിണേന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചു തുടങ്ങിയെന്നാണ് ജൈനമത വിശ്വാസികളുടെ വിശ്വാസം. ചന്ദ്രഗുപ്ത മൗര്യൻ ശ്രവണബൽഗോളയിൽ മാത്രമേ വന്നിരുന്നു എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഗാമികൾ ദക്ഷിണേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. പ്രശാന്തമായിട്ടുള്ള ധ്യാനസ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങനെ സഞ്ചരിച്ചിരുന്നത്. ജൈനമതത്തിലേക്ക് ആളുകളെ ചേർക്കുകയായിരുന്നില്ല അവരുടെ അന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലായിരിക്കാം കേരളത്തിലേക്കും ജൈനമതം കടന്നു വന്നത്. വനങ്ങൾ തേടിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ പ്രാർത്ഥിക്കാൻ, ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ടോ. ക്രിസ്തു വർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ ജൈനമതത്തിന് കേരളീയ ജനങ്ങളുടെ മേൽ വലിയ രീതിയിൽ സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. ചില രാജാക്കന്മാർ ജൈനമതത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ചിലപ്പതികാരത്തിൻ്റെ കർത്താവായിട്ടുള്ള ഇളംകോ അടികൾ ജൈനമത വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായ തൃക്കണാമതിലകം, തമിഴ് സാഹിത്യത്തിൽ പറയുന്ന കണവായിൽ കോട്ട, അക്കാലങ്ങളിലെ ജൈനമതത്തിൻ്റെ ജൈനവിജ്ഞാനത്തിൻ്റെയും വളരെ വലിയൊരു ആയിരുന്നു. പ്രാചീന കേരളത്തിൽ പല ജൈനക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഹിന്ദു ക്ഷേത്രങ്ങളായും ഇവയിൽ പലതും രൂപാന്തരപ്പെട്ടു. ഈ പറയുന്ന തൃക്കണാമതിലകത്ത് ഒട്ടേറെ ഉപക്ഷേത്രങ്ങളോട് കൂടിയ സുപ്രസിദ്ധമായ ജൈനക്ഷേത്രം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഹിന്ദു ക്ഷേത്രമായിട്ട് മാറി. AD 1400-ാം ആണ്ടിനോടടുത്തുള്ള കാലങ്ങളിൽ മതിലകം ക്ഷേത്രത്തിൽ ബ്രാഹ്മണർ പ്രവേശിക്കുകയുണ്ടായിരുന്നില്ല എന്ന് കോക സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് കാരണം ഒരു കാലത്ത് ഇത് ജൈനക്ഷേത്രമായിരുന്നു എന്നതായിരിക്കാം. ഭരതപ്രതിഷ്ഠയുള്ള കൂടൽ മാണിക്യം ക്ഷേത്രം ഇരിങ്ങാലക്കുടയിലാണ് ഒരു കാലത്ത് ജൈനക്ഷേത്രമായിരുന്നുവെന്നും ജൈനമതത്തിൻ്റെ അപജയകാലത്താണ് ഹിന്ദു ക്ഷേത്രമായിട്ട് മാറിയതെന്നും ചില ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ ഭരതേശ്വരൻ എന്ന ദിഗംബര ജൈനൻ്റേതായിരുന്നു എന്നാണ് അവരുടെ വാദം. ഈ ഭരതേശ്വരൻ്റെ പ്രതിമ ശ്രാവണബൽഗോളയിലുണ്ട് കേട്ടോ. ജൈനമതം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ കേരളീയർ യാഥാസ്ഥിതിക ജൈനന്മാരുടെ വികാരങ്ങളെ വേദനിപ്പിക്കാതെയും അതുപോലെ ഹിന്ദുമത അനുയായികളെ പ്രീണിപ്പിച്ചുകൊണ്ടും ഭരതേശ്വര ജൈന ക്ഷേത്രത്തെ ഹിന്ദു ക്ഷേത്രമാക്കി രാമാനുജനായിട്ടുള്ള ഭരതന് സമർപ്പിച്ചതായിരിക്കാം. പെരുമ്പാവൂരിനടുത്തുള്ള കല്ലിൽ എന്ന സ്ഥലത്ത് ഗുഹാനിർമ്മിതമായിട്ടുള്ളൊരു ജൈനക്ഷേത്രമുണ്ട്.
ആ സ്ഥലം പിന്നീട് പണ്ടൊരു ജൈന കേന്ദ്രമായിരുന്നു. പിന്നീട് അത് ഹിന്ദു ക്ഷേത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിൽ പാർശ്വനാഥൻ്റെയും മഹാവീര തീർത്ഥങ്കരൻ്റെയും പത്മാവതി ദേവിയുടെയും പ്രതിമകളുണ്ടായിരുന്നു. ഇന്ന് ഭഗവതി ക്ഷേത്രമായി കരുതി ഹിന്ദുക്കൾ അവിടെ ആരാധന നടത്തുന്നുണ്ട്. നമ്പൂതിരി ബ്രാഹ്മിൺസാണ് അവിടുത്തെ ഇന്നത്തെ പുരോഹിതന്മാർ എന്ന് പറയുന്നത്. അവിടെയുള്ള ജൈന ദേവന്മാരെയാണ് ആരാധിക്കുന്നത് എന്ന സങ്കല്പത്തിൽ ജൈനരും ആ ക്ഷേത്രം സന്ദർശിക്കാൻ വരാറുണ്ട് കേട്ടോ. വയനാട്ടിലെ ഗണപതി വട്ടം അഥവാ സുൽത്താൻ ബത്തേരി, മാനന്തവാടി മുതലായ സ്ഥലങ്ങളിൽ പഴയ കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈന കേന്ദ്രങ്ങളായിരുന്നവയാണ്. സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള എടയ്ക്കൽ ഗുഹയിൽ നിന്നും കടമ്പരുടെയും ഹൊയ്സാലന്മാരുടെയും ശാസനകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. എടയ്ക്കൽ മലയുടെ മുടിയിലുള്ള ഭഗവതി ക്ഷേത്രം ഒരു കാലത്ത് ജൈനക്ഷേത്രമായിരുന്നിരിക്കാം. മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും ശിലാവിഗ്രഹങ്ങളുള്ള ഒരു പഴയ ജൈനക്ഷേത്രം അവിടെ തകർന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലത്തൂർ താലൂക്കിലെ കാവശ്ശേരി അംശത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് താലൂക്കിലെ ബൻഗ്രമഞ്ചേശ്വരത്ത് ഏതാനും ജൈന കുടുംബങ്ങൾ ആരാധിച്ചു വരുന്ന പഴയ 2 ജൈന ബസ്തികൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഇന്നത്തെ കേരളത്തിൽ അവശേഷിക്കുന്ന ഈ ജൈനക്ഷേത്രങ്ങൾക്ക് പുറമെ ചിതറാൽ ഗ്രാമത്തിലെ, അത് തമിഴ്നാട്ടിലാണ്, കന്യാകുമാരി ജില്ലയിലാണ്, തിരുച്ചാരണത്തു ഭഗവതി ക്ഷേത്രവും ജൈന കേന്ദ്രമായിരുന്നു പണ്ടത്തെ. പാർശ്വനാഥൻ്റെയും മഹാവീരൻ്റെയും മറ്റ് തീർത്ഥങ്കന്മാരുടെയും പത്മാവതി ദേവിയുടെയും പ്രതിമകൾ ഇപ്പോഴും അവിടെയുണ്ട്. ഒരു കാലത്ത് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകരെ ആകർഷിക്കുന്ന കേന്ദ്രമായിരുന്നു. ആയി രാജാവായിട്ടുള്ള വിക്രമാദിത്യ വരഗുണൻ ഈ പറഞ്ഞിട്ടുള്ള തിരുച്ചാരണത്ത് ഭഗവതി ക്ഷേത്രത്തിന്, പണ്ടത്തെ ജൈനക്ഷേത്രമായിരുന്നു, ഇവിടേക്ക് വളരെ വലിയ രീതിയിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിലാണ് ഇത് ഭഗവതി ക്ഷേത്രമായിട്ട് മാറിയിട്ടുള്ളത്. നാഗർകോവിലിലെ നാഗരാജ ക്ഷേത്രം 16-ാം നൂറ്റാണ്ട് വരെ ജൈനക്ഷേത്രമായിരുന്നു. വേണാട്ടു രാജാവായ ഭൂതലവീര ഉദയമാർത്താണ്ഡൻ 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ ക്ഷേത്ര വസ്തുവകകൾ ദാനം ചെയ്യുകയുണ്ടായി. അന്ന് ഗുണവീര പണ്ഡിതർ, കമലവാഹന പണ്ഡിതർ എന്നീ 2 ജൈന പണ്ഡിതന്മാരായിരുന്നു ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. ഇത് പിന്നീട് നാഗരാജ ക്ഷേത്രമായിട്ട് മാറി. പാർശ്വനാഥൻ തന്നെ അനന്തനായിട്ട് മാറിയതായിരിക്കും കേട്ടോ. കാരണം ഹിന്ദു മതത്തിലെ ഒരു സമന്വയം നടത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഹൈന്ദവ ദേവാലയമായതോടുകൂടി തുളുനാട്ടു പോറ്റിമാർ ശാന്തിക്കാരായിട്ട് മാറുകയും ചെയ്തു. കേരളത്തിൽ കാണുന്ന ജൈനക്ഷേത്രങ്ങളുടെയും അവയുടെ അവശിഷ്ടങ്ങളും ഒരു കാലത്ത് കേരളത്തിൽ ജൈനമതത്തിനുണ്ടായിരുന്ന പ്രചാരത്തിൻ്റെ തെളിവുകളാണ്. AD 8-ാം നൂറ്റാണ്ടിൽ ശൈവ വൈഷ്ണവ മതങ്ങൾ ശക്തി പ്രാപിച്ചതോടുകൂടി കേരളത്തിൽ ജൈനമതം ക്ഷയിക്കാൻ തുടങ്ങി. 16-ാം നൂറ്റാണ്ട് വരെ അത് നിലനിൽക്കുകയും ആ നൂറ്റാണ്ടിൽ മിക്കവാറും 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇല്ലാതാവുകയും ചെയ്തു. ജൈനമതം കേരള സംസ്കാരത്തിൽ സ്ഥിരമുദ്രകളൊന്നും പതിപ്പിച്ചിട്ടില്ല. മലബാറിലെ ക്ഷേത്രങ്ങളുടെയും മുസ്ലിം പള്ളികളുടെയും വാസ്തുശില്പത്തിൽ ചില പ്രേരണകൾ കാണാൻ കഴിയുന്നുണ്ട് ജൈന വാസ്തുവിദ്യയുടെ കേട്ടോ. മലബാറിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളും മുസ്ലിം ദേവാലയങ്ങൾക്ക് പോലും പണ്ട് കാലങ്ങളിൽ ഇത്തരം ജൈന വാസ്തുശില്പത്തിൻ്റെ മാതൃകകൾ ഉണ്ടായിരുന്നു എന്ന് വില്യം ലോഗൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് ബുദ്ധമതത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ജൈനമതം പോലെ ബുദ്ധമതവും പഴയ കാലത്ത് കേരളത്തിൽ പ്രചരിച്ചിരുന്നു. ചോള, ചേര, പാണ്ഡ്യ രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തിൽ രോഗാർത്തരായ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായിട്ട് അശോകൻ്റെ ശാസനങ്ങളിൽ നിന്നും കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ചില ബുദ്ധ സന്യാസി സംഘങ്ങൾ ബുദ്ധ സിദ്ധാന്തങ്ങളുടെ പ്രചാരണത്തിന് തെക്കേ ഇന്ത്യയിൽ വന്നിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അശോകൻ്റെ ഭരണകാലമായ BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ ബുദ്ധമതം കേരളത്തിൽ എത്തിയതായിട്ട് നമുക്ക് കണക്കാക്കാം. ബുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാൻ ബുദ്ധ സന്യാസികൾ ചെയ്ത പ്രയത്നങ്ങളെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ സംഘകാലത്തെ തമിഴ് കൃതികളിൽ കാണപ്പെടുന്നുണ്ട്. മണിമേഖല തികച്ചും ഒരു ബൗദ്ധ കാവ്യമാണ് കേട്ടോ. ഇത് ബുദ്ധ തത്വങ്ങളെക്കുറിച്ചിട്ടുള്ള വിശദമായ ചർച്ചകൾ ഉൾക്കൊള്ളുന്ന ഒരു കാവ്യമാണ്. ദക്ഷിണപഥത്തിലെങ്ങും പ്രശസ്തി നേടിയ ഒരു ബുദ്ധ ചൈതന്യം വഞ്ചിയിലുണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആകാശസ്പർശികളായ പ്രസാദാഗ്രങ്ങളെ പറ്റിയിട്ട് മണിമേഖലയിൽ പറയുന്നുണ്ട്. കേരളത്തിലെ ഒരു പള്ളിബാണ പെരുമാൾ സിംഹാസനം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചതായിട്ട് ഐതിഹ്യമുണ്ട്. ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് കോട്ടയം താലൂക്കിലെ കിളിരൂർ ക്ഷേത്രവും കുട്ടനാട്ടെ നീലമ്പേരൂർ ക്ഷേത്രവും കേട്ടോ. പെരുമാൾ സിംഹാസനം കൈവടിഞ്ഞ് ആദ്യം കിളിരൂറും അവിടെ നിന്ന് നീലമ്പേരൂറും വന്നെന്ന് ആണ് ഇവർ പറയുന്നത്. അദ്ദേഹം അന്ത്യകാലം കഴിച്ചു കൂട്ടിയത് നീലമ്പേരൂരിൽ ആണെന്നും പറയപ്പെടുന്നുണ്ട്. പള്ളിബാണ പെരുമാളിൻ്റെ സ്മാരക അവശിഷ്ടങ്ങൾ ഈ ഐതിഹ്യത്തെ സൂചിപ്പിക്കുന്നതായിട്ട് കിളിരൂറും നീലമ്പേരൂറും കാണുന്നുണ്ട്. കിളിരൂർ, കുട്ടമ്പേരൂർ, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് ബുദ്ധ ദേവാലയങ്ങളായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് 21 മൈൽ കിഴക്കുള്ള പരുവശ്ശേരി ദുർഗാക്ഷേത്രത്തിൽ നിന്ന് ധ്യാനശീലനായിട്ടുള്ള ബുദ്ധൻ്റെ ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കരുനാഗപ്പള്ളി താലൂക്കുകളിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ബുദ്ധവിഗ്രഹങ്ങൾ കേരളത്തിൻ്റെ ഈ ഭാഗത്ത് ബുദ്ധമത വിശ്വാസത്തിനുണ്ടായിരുന്ന പ്രചാരണത്തെയാണ് കാണിക്കുന്നത്. ശ്രീമൂലവാസമായിരുന്നു ഈ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ബുദ്ധകേന്ദ്രം എന്ന് പറയുന്നത്.
ഇത് കടൽക്ഷോഭങ്ങളിൽ പെട്ട് നശിച്ചു പോയി. ശ്രീമൂലവാസം ഒരു കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. രാജാവായിട്ടുള്ള വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസ ക്ഷേത്രത്തിനു സംരക്ഷണം നൽകിയിരുന്നതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ പാലിയം ശാസനം. ഈ ശാസനപ്രകാരം ദക്ഷിണ കേരളത്തിൽ വമ്പിച്ച ഭൂസ്വത്ത് അദ്ദേഹം ശ്രീമൂലവാസത്തിന് നൽകിയിട്ടുണ്ട്. ബുദ്ധനെയും ധർമ്മത്തെയും സംഘത്തെയും അനുസ്മരിച്ചു കൊണ്ടുള്ള ഈ ശാസനത്തിലെ മംഗളാചരണം വിക്രമാദിത്യ വരഗുണന് ബുദ്ധമതത്തോടുണ്ടായിരുന്ന ഭക്തിയാണ് സൂചിപ്പിക്കുന്നത്. സംസ്കൃത കാവ്യമായ മൂഷകവംശ കാവ്യത്തിലും ശ്രീമൂലവാസത്തെക്കുറിച്ചിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. വിക്രമരാമൻ എന്ന മൂഷക രാജാവ് ഈ പ്രസ്തുത ക്ഷേത്രത്തെ കടൽക്ഷോഭത്തിൽ നിന്നും കൽച്ചിറ കെട്ടി രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. മറ്റൊരു മൂഷക രാജാവായിട്ടുള്ള വല്ലഭൻ രണ്ടാമൻ ചോളരുമായിട്ടുള്ള യുദ്ധത്തിൽ കേരള രാജാവിനെ സഹായിക്കാൻ സൈന്യസമേതം ദക്ഷിണ കേരളത്തിലേക്ക് പോയപ്പോൾ യാത്രാമധ്യേ ശ്രീമൂലവാസം സന്ദർശിക്കുകയുണ്ടായി എന്ന് പറയുന്നുണ്ട്. മൂഷക വംശത്തിൽ നിന്നുള്ള തെളിവുകൾ കൊണ്ട് ശ്രീമൂലവാസം ഉത്തര കേരളത്തിലായിരുന്നു എന്ന് ചില ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. അമ്പലപ്പുഴയ്ക്കും തൃക്കുന്നപ്പുഴയ്ക്കും ഇടയ്ക്കായിരുന്നു ഈ പറയുന്ന ചരിത്രപരമായി ശരിയാവുക. ഇടയ്ക്കായിരുന്നു എന്നുള്ളതാണ് ചരിത്രപരമായിട്ട് ശരിയാവുക എന്നാണ് ഇദ്ദേഹം എ ശ്രീധരമേനോൻ പറയുന്നത് കേട്ടോ. ഈ പ്രദേശങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുള്ള ബുദ്ധ വിഗ്രഹങ്ങൾ ഇവിടം ഒരു കാലത്ത് ബുദ്ധമതത്തിൻ്റെ വിഹാര കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവാണ് എന്നാണ് എ ശ്രീധരൻ മേനോൻ പറയുന്നത്. എം ഫൗച്ചർ ഗാന്ധാരത്തിൽ നിന്ന് കണ്ടെടുത്ത ലോകേശ്വരി ചിത്രത്തിൽ കാണുന്ന ദക്ഷിണാപദേ മൂലവാസ ലോകനാഥ എന്ന ലിഖിതം പ്രാചീന കാലത്ത് ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശ്രീമൂലവാസത്തിനുണ്ടായിട്ടുള്ള പ്രശസ്തിക്ക് ദൃഷ്ടാന്തമാണ്. 10ാം നൂറ്റാണ്ടിന് ശേഷം ഈ ക്ഷേത്രം നാമാവശേഷമായി. ആ കാലമായപ്പോഴേക്കും അക്ഷാംശരേഖയിൽ തന്നെ കിഴക്കേ സമുദ്രതീരത്ത് നാഗപട്ടണത്ത് ചൂടാമി വർമ്മ വിഹാരം എന്ന പ്രശസ്ത ബുദ്ധക്ഷേത്രം ഉയർന്നു വന്നിരുന്നു. പ്രാചീന കേരളത്തിലെ ഹൈന്ദവ രാജാക്കന്മാർ അന്യമതങ്ങളുടെ നേർക്കു സഹിഷ്ണുതാ നയം കൈക്കൊള്ളുകയും ഇത്തരം ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. 8ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരെ പോലെയുള്ള വൈദിക മത പരിഷ്കർത്താക്കളുടെ നിരന്തരവും സുശക്തവുമായിട്ടുള്ള എതിർപ്പുകളെ നേരിടാനാകാതെ ബുദ്ധമതം ദുർബലമായി. കുറേ കാലം കൂടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 12ാം നൂറ്റാണ്ടിൽ പൂർണ്ണമായിട്ടും ഇല്ലാതായി. ബുദ്ധമതം കേരളത്തിൽ നിന്നും തിരോഭവിച്ചു. അതിൻ്റെ ശാശ്വത മുദ്രകൾ കേരള സമുദായത്തിൽ ഇന്നും കാണപ്പെടുന്നുണ്ട്. ബുദ്ധമതത്തിൻ്റെ ദർശനീയമായിട്ടുള്ള ഉത്സവങ്ങളോടും ആരാധനാക്രമങ്ങളോടും കൂടി ഹിന്ദുമതം ഉൾക്കൊള്ളുകയാണ് അതിന് ചെയ്തിട്ടുണ്ടത്. കേരളത്തിലെ ക്ഷേത്ര ആരാധനകളുമായി ബന്ധപ്പെട്ട ദേവി വിഗ്രഹങ്ങൾ, ആറാട്ടുകൾ, ഉത്സവങ്ങൾ തുടങ്ങിയ ബുദ്ധമതത്തിൽ നിന്ന് വന്നു ചേർന്നവയാണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ഉത്സവ ചടങ്ങായ കെട്ടുകാഴ്ച അഥവാ കുതിരക്കെട്ട് ഈ സന്ദർഭത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ചുറ്റുമുള്ള കരക്കാർ 25 അടി മുതൽ 150 അടി വരെ ഉയരമുള്ള കെട്ടുകുതിരകളുമായി ക്ഷേത്രത്തിലേക്ക് വരുന്നത് കെട്ടുകാഴ്ചയുടെ പ്രത്യേകതയാണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് കെട്ടുകാഴ്ച എന്ന് കരുതാൻ ഇടയുണ്ട്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് കെട്ടുകാഴ്ച എന്ന് പറയുന്നുണ്ട്. AD 5ാം നൂറ്റാണ്ടിലെ ചൈന സഞ്ചാരിയായിട്ടുള്ള ഫാഹിയാൻ പാടലിപുത്രത്തെ കണ്ട ബുദ്ധമത ഉത്സവത്തിനും കെട്ടുകാഴ്ചക്കും തമ്മിലുള്ള സാദൃശ്യം കാണുന്നുണ്ട് കേട്ടോ. ശാസ്താവ് അഥവാ അയ്യപ്പൻ ഹിന്ദു ദേവനാക്കപ്പെട്ട ബുദ്ധനാണെന്നും ശബരിമലയിലെ ശാസ്താം ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിൽ ബുദ്ധമത ആചാരങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും ചില ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. അയ്യപ്പ ഭക്തന്മാർ തീർത്ഥാടനത്തിന് മുമ്പ് 2 മാസക്കാലം സസ്യഭക്ഷണവും പിന്നെ അക്രമരാഹിത്യവും എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് അഹിംസ എന്ന ബുദ്ധതത്വത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ശബരിമല ഭക്തന്മാർ വ്രതകാലത്ത് തീർത്ഥാടന വേളകളിലും ജാതി വ്യത്യാസം പരിഗണിക്കാറില്ല. ഇത് ബുദ്ധമതത്തിൻ്റെ ജാതിയില്ലായ്മക്കും സർവ്വസാഹോദര്യത്തിനും ചേർന്നതാണ്. അതുപോലെ ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ വായിൽ നിന്നും ശരണമയ്യപ്പ വിളികൾ വരുന്നുണ്ട്. ഇത് ബുദ്ധമതത്തിലെ ശരണത്രയത്തെയാണ് ഓർമ്മിപ്പിക്കുക. ശബരിമല ക്ഷേത്രം പോലുള്ള കേരളത്തിലെ സുപ്രസിദ്ധമായ ശാസ്താം ക്ഷേത്രങ്ങൾ വനാന്തർ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവും ബുദ്ധനും ഒന്നാണെന്നതിന് തെളിവായിട്ട് ഇത് കാണിക്കാം. ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നകന്ന് ഏകാന്തമായ സ്ഥലങ്ങളായിരുന്നു ബുദ്ധ സന്യാസിമാർ ധ്യാനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. ശാസ്താം വിഗ്രഹത്തിനും ബുദ്ധവിഗ്രഹത്തിനും തമ്മിൽ ഇരുപ്പിലും രൂപത്തിലും സാമ്യമുണ്ടെന്നും ചിലർ പറയുന്നുണ്ട്. ഇതൊക്കെ ഹിസ്റ്റോറിയൻസ് പറയുന്ന കാര്യങ്ങളാണ്. ഈ വാദഗതികളെല്ലാം പണ്ഡിതന്മാർക്കും ഹിസ്റ്റോറിയൻസിനും ഒരുപോലെ സ്വീകാര്യമാണെങ്കിലും കേരളത്തിലെ അയ്യപ്പ ആരാധനത്തിൻ്റെ വികസനത്തിൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം നിഷേധിക്കാനാവില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ നാഗാരാധനം ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മറ്റൊരു കൂട്ടം ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. ബർമ്മ, മലേഷ്യ തുടങ്ങിയ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന ബുദ്ധമതക്കാർ എന്ന് പറയുന്നവർ നാഗാരാധന ചെയ്തവരായിരുന്നു എന്നതിൻ്റെ ആണ് ഇതിന് വേണ്ടിയിട്ട് ഒരു പറയുന്ന മറ്റൊരു വാദം. ബുദ്ധമതത്തിൻ്റെ സ്വാധീന ശക്തി എല്ലാ രംഗങ്ങളിലും കാണുന്നുണ്ട്. ആയുർവേദ ചികിത്സാ പദ്ധതിക്ക് കേരളത്തിലുള്ള വമ്പിച്ച പ്രചാരണം ബുദ്ധമതത്തിൻ്റെ സംഭാവനയാണ്. ബുദ്ധവിഹാരങ്ങളിൽ പലതും ധർമ്മ ചികിത്സാ കേന്ദ്രങ്ങളായിരുന്നു. തിരുവിഴ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും തകഴിയിലെ ശാസ്താം ക്ഷേത്രത്തിലും ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗം പിടിപെട്ട ഭക്തന്മാർക്ക് മരുന്നും എണ്ണയും നൽകുന്ന സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നുണ്ട്.
ഇതൊരു കാലത്ത് ആ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ബുദ്ധവിഹാരങ്ങളുടെ സേവനത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നും വന്നതായിരിക്കാം എന്നാണ് എ ശ്രീധരൻ മേനോൻ പറയുന്നത്. ബുദ്ധ പണ്ഡിതനായ വാഗ്ഭടൻ്റെ അഷ്ടാംഗ ഹൃദയം എന്ന ആയുർവേദ ഗ്രന്ഥത്തിന് കേരളത്തിലുള്ള പ്രചുര പ്രചാരവും ഇതിലൊന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ സാക്ഷരത്വം വിജ്ഞാനവും വളർത്തിയെടുക്കേണ്ടതിൽ ബുദ്ധമതം വളരെ വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞിരുന്ന എഴുത്തുപള്ളി എന്ന പേരും ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതക്കാർ തങ്ങളുടെ വിഹാരങ്ങളെ പള്ളി എന്നാണ് വിളിച്ചിരുന്നത്. കേരളീയർ അനന്തരകാലത്ത് ബുദ്ധമതക്കാരെ അനുകരിച്ചാണ് ഹൈന്ദവ ദേവാലയങ്ങളോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിയത് എന്ന് കരുതുന്നുണ്ട്. കേരളത്തിലെ സാഹിത്യത്തിൻ്റെയും കലകളുടെയും വികാസത്തിലും ബുദ്ധമതത്തിൻ്റെ സ്വാധീന ശക്തിയുണ്ട്. കലയിലും വാസ്തുവിദ്യയിലും ഉണ്ടായ ബുദ്ധമത പ്രേരണയുടെ ചില പാടുകൾ കേരളീയ ക്ഷേത്രങ്ങളിൽ ദൃശ്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അമരകോശം എന്ന സംസ്കൃത കോശഗ്രന്ഥത്തിൻ്റെ കർത്താവായിട്ടുള്ള അമരസിംഹൻ ബുദ്ധമതക്കാരനായിരുന്നു. മലയാള പദങ്ങളായി പരിണമിച്ച പാലി വാക്കുകൾ കാലക്രമത്തിൽ മലയാള പദങ്ങളായിട്ട് മാറിയിട്ടുള്ള പാലി വാക്കുകൾ പാലി ഭാഷ സംസാരിച്ചിരുന്ന ബുദ്ധമതക്കാരുമായിട്ട് പഴയ കാലത്ത് കേരളീയർക്കുണ്ടായിരുന്ന ബന്ധത്തിന് തെളിവാണ്. ബുദ്ധമതം ആധുനിക കാലത്ത് പോലും കേരളീയ കവികൾക്ക് ഇതിവൃത്തം നൽകിയിട്ടുണ്ട്. മഹാകവിയായിട്ടുള്ള കുമാരനാശാനെ ബുദ്ധമതം വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രീ ബുദ്ധചരിതം, ചണ്ഡാല ഭിക്ഷുക്കി, കരുണ എന്നീ കാവ്യങ്ങൾ ഇക്കാര്യം വിളംബരം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ജനജീവിതത്തിലും സംസ്കാരത്തിലും ബുദ്ധമതത്തിന് വളരെ വലിയ രീതിയിൽ സ്വാധീനമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കേരളത്തിലെ ആര്യവൽക്കരണത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ കേരളത്തിലെ ആര്യവൽക്കരണം മന്ദമായിട്ട് നടന്ന അനാസൂത്രിതമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിരുന്നു. ആയുധങ്ങളുടെ ശക്തി കൊണ്ടല്ല, സമാധാനത്തിൻ്റെ നയങ്ങൾ കൊണ്ടായിരുന്നു അന്ന് ആര്യം മതം കേരളത്തിൽ പ്രചരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. വടക്കു നിന്ന് വന്ന ബ്രാഹ്മിൻസിൻ്റെ മുന്തിയ ബുദ്ധിശക്തിയും ഭരണവൈദഗ്ധ്യത്തിൻ്റെയും മുമ്പിൽ ഇവിടുത്തെ ദ്രാവിഡ വർഗ്ഗക്കാർ കീഴടങ്ങി എന്ന് തന്നെ അദ്ദേഹം പറയുന്നത്. ആര്യന്മാർ കേരളത്തിൽ എന്നാണ് വന്നതെന്ന് എന്നതിന് കേരളീയ സമൂഹത്തെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ബാധിച്ചതെന്നതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യപ്പെട്ടവയാണ്. വൈദിക ബ്രാഹ്മിൻസ് മലബാറിലെത്തിയത് AD 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലാണെന്നും തുളുനാട്ടിൽ നിന്ന് കടൽ തീരം വഴിയാണ് അവർ വന്നതെന്നും വില്യം ലോഗൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ആര്യന്മാർ AD 605 മുൻപ് തെക്കോട്ട് വന്നിരുന്നില്ല എന്നാണ് പറയുന്നത്. ലോഗൻ പറയുന്നത് കാലഘട്ടത്തിൽ തെക്കൻ കർണാടകത്തിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വലിയ തോതിൽ ബ്രാഹ്മിൻസ് കുടിയേറി പാർത്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. 8-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഘട്ടങ്ങളിൽ ബ്രാഹ്മിൻസ് കേരളത്തിലേക്ക് വന്നിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് തെറ്റാണെന്നാണ് ശ്രീധരൻ മേനോൻ പറയുന്നത് കേട്ടോ. BC 1000-നോട് അടുത്ത് തന്നെ ഡെക്കാനിലും തെക്കേ ഇന്ത്യയിലും ആര്യാതിപ്രസരം അഥവാ ആര്യന്മാർ കടന്നു വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് അദ്ദേഹം പറയുന്നത് ഇത് പരാമർശിക്കുന്ന വ്യാകരണക്കാരനായിട്ടുള്ള കാത്യായനൻ്റെ കാലത്ത് BC 1-ാം നൂറ്റാണ്ടിൽ നിർണായക കാലഘട്ടത്തിലാണ് പണ്ഡിതന്മാരുടെ പൊതുവെയുള്ള അഭിപ്രായം. പിന്നെ ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ ആര്യന്മാരുടെ സ്വാധീന ശക്തി കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിന് സംഘസാഹിത്യത്തിൽ തെളിവുണ്ട്. സമുന്നതരായിട്ടുള്ള സംഘകാല കവികളിൽ ചിലർ ഇവിടെയുള്ള ബ്രാഹ്മിൻസ് ആയിരുന്നു. അവർ ചേര രാജാക്കന്മാർക്ക് ഔദാര്യപൂർവ്വം പ്രോത്സാഹിപ്പിച്ചിരുന്നു. 4 വേദങ്ങളിലും നിപുണരായ ബ്രാഹ്മിൻസിനെ കുറിച്ചിട്ട് 10 പറയുന്നുണ്ട്. ചേര രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ബ്രാഹ്മണ പുരോഹിതന്മാർ വേദവിധി പ്രകാരമുള്ള യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. പെരും ചേരൽ ഇരുമ്പുറ എന്ന ചേര രാജാവ് വ്യാഖ്യാനങ്ങൾ ചെവികൊള്ളുകയും വേദങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ ക്രിസ്തുവബ്ദത്തിൻ്റെ ആദ്യ ശതകങ്ങളിൽ ആര്യന്മാരുടെ ആശയങ്ങളും ആചാരങ്ങളും കേരളത്തിലേക്ക് വന്നിരുന്നു എന്നതിന് സംഘകാല കൃതികൾ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ശ്രീധരൻ മേനോൻ പറയുന്നത്. ജൈനരെയും ബുദ്ധരെയും പിന്തുടർന്ന് BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ ആര്യന്മാർ കേരളത്തിൽ വന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഗംഗാ നദീതടങ്ങളിൽ വളർന്നു വികസിച്ച ബൗദ്ധിക സംസ്കാരം ഡക്കാനിലും ദക്ഷിണേന്ത്യയിലും പ്രചരിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നിരുന്ന മൗര്യ കാലഘട്ടത്തിലായിരുന്നു അവർ വന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. സർദാർ സംഘകാലഘട്ടത്തിൽ ബ്രാഹ്മിൻസിന് കേരളത്തിലേക്കുള്ള വരവ് ചെറിയ തോതിൽ നിരന്തരം തുടർന്നിരുന്ന ഒരു പ്രക്രിയയായിരുന്നു എന്ന് പറയുന്നു. കടമ്പ രാജാവായിട്ടുള്ള മയൂര ശർമ്മനും അദ്ദേഹത്തിൻ്റെ പുത്രൻ ചന്ദ്രാംഗതനും ബ്രാഹ്മിൻസിൻ്റെ വലിയ സംഘങ്ങളെ ക്ഷണിച്ച് കേരളത്തിലും തുളുനാട്ടിലും കുടിയിരുത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഒട്ടേറെ സംഘങ്ങൾ സംഘാനന്തര കാലത്ത് കേരളത്തിൽ വന്നിട്ടുണ്ടാവണം. 6ഉം 7ഉം 8ഉം നൂറ്റാണ്ടുകളിൽ ചാലൂക്യർക്കും പല്ലവർക്കും രാഷ്ട്രകൂടർക്കും കേരളത്തിലുണ്ടായിരുന്ന പ്രാബല്യം ഈ ആര്യ അധിനിവേശത്തെ ത്വരിപ്പിച്ചു എന്ന് കരുതാം. നമ്പൂതിരിമാരായ പന്നിയൂർ കൂറ്റുകാർ വൈഷ്ണവരായ ചാലൂക്യന്മാരുടെയും ചൊവ്വര ഗ്രാമക്കാർ ശൈവ മതാനുയായികളായിട്ടുള്ള രാഷ്ട്രകൂടന്മാരുടെയും പ്രോത്സാഹനത്തിൽ കേരളത്തിലേക്ക് വന്നവരാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. കേരളം പല്ലവ രാജ്യത്തും
കേരളവും തമ്മിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന സാംസ്കാരികമായ അടുത്ത ബന്ധത്തിനും തെളിവുകളുണ്ട്. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ മത്തവിലാസ പ്രഹസനം കേരളത്തിലെ ചാക്യാന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതികളിലൊന്നാണ്. കാഞ്ചീപുരക്കാരനായിട്ടുള്ള ദണ്ഡിയുടെ അവന്തി സുന്ദരി കഥാസാരം കേരളത്തെക്കുറിച്ചിട്ടുള്ള സൂക്ഷ്മ വിവരണങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പുറമെ അതിൽ കേരളക്കലയിലെ 2 ബ്രാഹ്മണ പണ്ഡിതന്മാരുടെ പേരുകൾ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. AD 8-ാം നൂറ്റാണ്ടിൽ വെളിയിൽ നിന്ന് ഒരു വലിയ സംഘം ബ്രാഹ്മിൺസ് വന്നു ചേരുകയും നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർക്ക് കരുത്തും ശക്തിയും നൽകുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ആര്യാധിനിവേശം അതിൻ്റെ പരകോടിയിലെത്തുകയും ഈ സംഘത്തോടൊപ്പം 6 ബ്രാഹ്മണ മഹാപണ്ഡിതന്മാർ, ഭട്ടന്മാർ എന്നാണ് ബ്രാഹ്മണ മഹാപണ്ഡിതന്മാരെ പറയുന്നത്, അവർ കേരളത്തിലെത്തുകയും ബുദ്ധ സന്യാസിമാരുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ വൈദിക മതം പരമപ്രാമാണ്യം സ്ഥാപിക്കുകയും ചെയ്തു. അവർ വേദാന്ത പഠനങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി അസംഖ്യം അന്തേവാസികളോടൊത്ത് ചേർന്ന് ഒരു പാഠശാല സ്ഥാപിച്ചു. ആ വിദ്യാർത്ഥികളിൽ ഒരാളാണ് സുപ്രസിദ്ധ മീമാംസകനായിട്ടുള്ള പ്രഭാകരൻ. അദ്ദേഹം ആ പാഠശാലയുടെ അധ്യക്ഷനായി എന്ന് പറയപ്പെടുന്നു. പ്രഭാകരൻ ഗുരു എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ തത്വചിന്താ പദ്ധതി ഗുരുമതം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആര്യമതത്തിൻ്റെ സ്വാധീന ശക്തി 9-ാം നൂറ്റാണ്ടിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു. അതിൻ്റെ തെളിവുകളാണ് ശങ്കരാചാര്യരുടെയും അക്കാലത്തെ മറ്റു ഹൈന്ദവ ആചാര്യന്മാരുടെയും കൃതികൾ. 2-ാം ചേര സാമ്രാജ്യത്തിലെ കുലശേഖര ചക്രവർത്തിമാരുടെ കാലത്ത് AD 800 to 1102 ഈ കാലഘട്ടം ഹിന്ദുമതം വമ്പിച്ച വളർച്ച നേടിയിരുന്നു. 9-ാം നൂറ്റാണ്ടിൽ കുലശേഖര ആഴ്വാർ, ചേരമാൻ പെരുമാൾ നായനാർ, വിരൺമിണ്ട നായനാർ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ആവിർഭവിച്ച ഭക്തി പ്രസ്ഥാനം ഹിന്ദുമതത്തിൻ്റെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന നേട്ടങ്ങളെ വളരെയധികം വിപുലപ്പെടുത്തുകയും വലിയ രീതിയിൽ വളർത്തുകയും ചെയ്തു. പൂർവ്വകാല കേരളത്തിലെ സമുദായത്തിലും സംസ്കാരത്തിലും ആര്യാദിപ്രസരം വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ അവർ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈക്കൊണ്ട നയങ്ങളെക്കുറിച്ചിട്ട് ബിഷപ്പ് കാൽഡ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പറയുന്നുണ്ട്. തെക്കൻ ദേശങ്ങളിൽ കുടിയുറപ്പിച്ച ആര്യന്മാർ ക്ഷത്രിയോദ്ധാക്കൾ എന്നതിനേക്കാൾ പൊതുവെ ബ്രാഹ്മണ പുരോഹിതന്മാരും വൈദിക അധ്യാപകരുമായിരുന്നു. കേവലം ദ്രാവിഡ നാടുവാഴികളായിട്ടുള്ള പാണ്ഡ്യ, ചോള, കലിംഗ രാജാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും ആചാര്യന്മാരുടെയും ആധ്യാത്മ മാർഗദർശികളായിട്ട് അവർ മാറുകയും ആ രാജാക്കന്മാരെ ആര്യബിരുദങ്ങൾ നൽകി ബഹുമാനിതരാക്കുകയും ചന്ദ്രസൂര്യ വംശങ്ങളിലെ പുരാണ രാജാക്കന്മാരുടെ മഹത്വത്തെയും ധർമാനുഷ്ഠാനങ്ങളെയും അനുകരിപ്പിച്ച് അവർക്കൊപ്പമെത്താൻ അനുശാസിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. കേരള ചരിത്രത്തിൻ്റെ 1-ാം വോള്യത്തിൽ 56-57 പേജുകളിൽ KP പത്മനാഭ മേനോനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ചാതുർവർണ്ണയത്തിൻ്റെ ആര്യപ്രമാണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അസാധാരണമായിട്ടുള്ള മതതീവ്രതയോടെ പ്രവർത്തിച്ചിരുന്നവരാണ് ഈ ബ്രാഹ്മിൺസ് എന്ന് പറയുന്നത്. അവർ കേരളത്തിലെ ജാതിരഹിതമായ സമുദായത്തിൽ ജാതി സമ്പ്രദായം തന്ത്രപൂർവ്വം തിരികെ കയറ്റുകയും ഉയർന്ന ബുദ്ധിശക്തിയാലും പാണ്ഡിത്യത്താലും ഇവിടുത്തെ രാജാക്കന്മാരിൽ പുളവാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇവരെ കൊണ്ട് ദീർഘായുസ്സിനും മംഗളത്തിനും വേണ്ടിയിട്ട് രാജാക്കന്മാരെ കൊണ്ട് വലിയ രീതിയിൽ വൈദിക വിധി പ്രകാരമുള്ള യാഗാദി കർമ്മങ്ങൾ അവർ നടത്തിപ്പിച്ചിരുന്നു. ഇങ്ങനെ രാജാക്കന്മാരുടെ ബഹുമാനവും ധാർമ്മികമായിട്ടുള്ള പിന്തുണയും ഇവർ നേടിക്കഴിഞ്ഞതിന് ശേഷമാണ് ധനികരായ കച്ചവടക്കാരുടെ മേല് ഇവരുടെ ശ്രദ്ധ തിരിയുന്നത്. ഉത്തരേന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങളും അങ്ങോട്ടുള്ള വാണിജ്യ മാർഗങ്ങളും തുറന്നു കൊടുത്തുകൊണ്ട് അവർ കച്ചവടക്കാരെയും വശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആര്യന്മാരുടെ സ്വാധീന വലയത്തിൽപ്പെട്ട രാജാക്കന്മാരുടെയും മണിക്കുകൾ പറഞ്ഞ കച്ചവടക്കാർ, അവരുടെയും വർഗ്ഗങ്ങൾ 2 ശ്രേഷ്ഠ വർഗ്ഗങ്ങളായിട്ട് മാറുകയും ചെയ്തു. അവർ തന്നെ വിശ്വസിക്കാൻ വേണ്ട ഏർപ്പാടുകളും ബ്രാഹ്മിൺസ് ചെയ്തു വെച്ചു. അങ്ങനെ അവർ വലിയ വർഗ്ഗങ്ങളാണെന്ന് അവർ സ്വയം വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളും ബ്രാഹ്മിൺസ് ചെയ്തു വെച്ചാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രാജാക്കന്മാരുടെ വർഗ്ഗത്തെയും ഭരണാധികാരമുള്ള അരജർ ജാതിയെന്നും പണക്കാരായ കച്ചവടക്കാരെ വാണിജ്യാധികാരമുള്ള വണിക്കർ ജാതിയെന്നും വിളിച്ച് ഉയർത്തി കാണിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് ഈ വർഗ്ഗത്തിൽപ്പെട്ടവർ തങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമായ ജീവിത വൃത്തി തൊഴിലുകളിൽ ഏർപ്പെടുന്നവരെ സ്വന്തം ആളുകളെ സമൂഹത്തിൽ നിന്നും താണവരായിട്ട് കരുതി. ഇത്രയും നേടിയെടുത്ത ബ്രാഹ്മിൺസിന് തങ്ങളുടെ സമുദായത്തിൽ ഏറ്റവും ഉയർന്നവരെന്നും മറ്റുള്ള എല്ലാ വർഗ്ഗക്കാരും തങ്ങൾക്ക് സേവനം നൽകേണ്ടവരാണ് എന്നും സ്ഥാപിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. അരജന്മാരിലും വണികരിലും ഇങ്ങനെ തോന്നലുണ്ടാക്കി അവരെക്കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയും ചെയ്തു. സംഘകാലത്തിലെ അവസാനമാകുമ്പോൾ ബ്രാഹ്മണ സംരക്ഷണം രാജാക്കന്മാരുടെ ഒരു ധർമ്മമാകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് സംഘകാലത്തിൻ്റെ അവസാനം എന്ന് ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് നോക്കുമ്പോൾ ശ്രീധരൻ മേനോൻ്റെ അഭിപ്രായത്തിൽ സംഘകാലഘട്ടം എന്ന് പറയുന്നത് AD 1-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ കണക്കാക്കുന്നതും മറ്റ് ഹിസ്റ്റോറിയൻസ് പറയുന്നതും BC 3-ാം നൂറ്റാണ്ട് ടു AD 3-ാം നൂറ്റാണ്ട് വരെയാണ് കേട്ടോ. അപ്പോൾ ശ്രീധരൻ മേനോൻ സംഘകാലത്തിൻ്റെ അവസാനമാകുമ്പോൾ ബ്രാഹ്മണ സംരക്ഷണം രാജാക്കന്മാരുടെ ധർമ്മമാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അവസാന കാലം എന്ന് പറയുമ്പോൾ AD 4-5 നൂറ്റാണ്ടായിരിക്കും കേട്ടോ.
അതേസമയം സംഘകാലത്തിൻ്റെ പൂർവ്വഘട്ടങ്ങളിൽ സമുദായത്തിൽ ഉയർന്ന പദവിയിലുണ്ടായിരുന്ന പാണർ എന്ന് പറഞ്ഞാൽ ഇത്തരം പാട്ടുകളൊക്കെ പാടുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അവർക്ക് വലിയ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് രാജാക്കന്മാരുടെ അടുത്ത്. സംഘകാലഘട്ടത്തിൽ പാണർ, വേടർ, കുറവർ തുടങ്ങിയ അധ്വാനിക്കുന്ന വർഗ്ഗക്കാർ താണജാതിക്കാരായിട്ട് മാറുകയും ചെയ്തു. മുൻകാലത്ത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പ്രത്യേക ബഹുമതിക്ക് പാത്രമായിരുന്ന പാണരുടെ കാര്യത്തിൽ ഇത് വളരെ വലിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പാണ സമുദായത്തിൽ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളാൽ പ്രശസ്തരായിരുന്നവരെ ബ്രാഹ്മണവർഗം ഉൾക്കൊള്ളുകയും അങ്ങനെയല്ലാതിരുന്ന ഭൂരിപക്ഷ ആളുകളെയും താഴ്ന്നവരായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവരെ കീഴോർ എന്ന് പറയുന്നത് പിൽക്കാലത്തെ ഹരിജൻസ് ആണ് കേട്ടോ എന്ന് വിളിക്കപ്പെടുന്ന കീഴ്ജാതിക്കാരായി മാറ്റുകയും ചെയ്തു. ഇതെല്ലാം പറയുന്നത് ഞാനല്ല, എസ് ശ്രീധരമേനോനാണ് കേട്ടോ. ആര്യാധിനിവേശം സമൂഹതലത്തിൽ ചിന്താർഹമായ മാറ്റങ്ങളും ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ജനങ്ങളുടെ ഭക്ഷണശീലത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിന് സാധിച്ചു. പ്രാചീന സംഘകാലത്ത് ബ്രാഹ്മിൻസ് പോലും ഗോമാംസവും മദ്യവും കഴിച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് ഈ കാലഘട്ടമായപ്പോഴേക്കും അത് വളരെ വലിയ രീതിയിൽ നിഷിദ്ധമായിട്ടുള്ള ഭക്ഷണമായിട്ട് മാറി. മാംസം ഭക്ഷിക്കുക സാമൂഹികമായി ഒരപകർഷമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. പാണന്മാർ പിന്നെയും മാംസം ഉപയോഗിച്ച് പോന്നത് അവരുടെ സാമുദായിക സ്ഥിതിക്ക് ഊനം തട്ടാനുണ്ടായ കാരണങ്ങളിൽ ഒന്നായിരിക്കാം. ഒരുപക്ഷെ അവരുടെ ആ സമുദായത്തിനുണ്ടായിരുന്ന സ്ഥിതിയിൽ വന്ന വലിയ രീതിയിലുള്ളൊരു ഡൗൺ ആയിരിക്കാം ഒരുപക്ഷെ അവരിപ്പോഴും മാംസം കഴിക്കുന്നത് എന്നാണ് എസ് ശ്രീധരൻ മേനോൻ പറയുന്നത്. ജാതി വ്യവസ്ഥയുടെ പ്രചാരം സാമാന്യ സാക്ഷരത്വത്തിൻ്റെ നിലവാരം ഇടിയാനും ഇടയാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 4ാമത്തെ വർണ്ണത്തിൽപ്പെട്ടവർക്ക്, അതായത് ശൂദ്രർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ഒട്ടേറെ സാമൂഹിക ആവശ്യതകൾ അനുഭവിക്കുകയും ചെയ്തു. ഒരാളുടെ സാമൂഹികമായ പദവി നിർണ്ണയിക്കുന്നത് അയാളുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി വന്നുകൂടി. അധ്വാനത്തിൻ്റെ മഹത്വം അംഗീകരിക്കപ്പെട്ടതേയില്ല. ശാരീരികാധ്വാനം ആവശ്യമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നവരെ സമൂഹത്തിൻ്റെ ഏറ്റവും താണപടിയിലായിട്ടാണ് ഗണിച്ചിരുന്നത്. അവർ ഹീനജാതിക്കാരായി കരുതപ്പെടുകയും ചെയ്തിരുന്നു. ഒരു കാലത്ത് സമുദായത്തിൽ ഉന്നത സ്ഥിതിയിലുണ്ടായിരുന്ന പാണർ, പറയർ തുടങ്ങിയവർക്ക് സാമൂഹിക അധിപതനം വളരെ വലിയ രീതിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ സ്ത്രീകളുടെ പദവിക്കും സാരമായിട്ടുള്ള ഇടിവ് പറ്റിയിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസം നിരോധിക്കപ്പെടുക തന്നെ ചെയ്തു. പ്രായപൂർത്തി വിവാഹത്തിൻ്റെ സ്ഥാനത്ത് ശൈവ വിവാഹം നിലവിൽ വന്നു. ബുദ്ധിപരവും കലാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നകന്ന് വീട്ടുകാര്യങ്ങളിൽ മാത്രം വ്യാപരിക്കാൻ സ്ത്രീകൾ നിർബന്ധിതരായി. സമൂഹത്തിൽ നേരത്തെ അവർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും സമത്വവും നഷ്ടപ്പെട്ടു. വിധവകളുടെ ജീവിതം ദയനീയമായിരുന്നു. പ്രാചീന സംഘകാലത്ത് ബഹുമാന്യരായിരുന്ന അധ്വാനിക്കുന്ന വർഗ്ഗക്കാരുടെയും സ്ത്രീകളുടെയും സാമൂഹിക പദവിക്ക് നേരിട്ട അധപതനമായിരുന്നു കേരളത്തിലെ ആര്യാധിനിവേശത്തിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന അടിയന്തരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. AD 8-ാം നൂറ്റാണ്ടിലുണ്ടായ ആര്യന്മാരുടെ വമ്പിച്ച തള്ളിക്കയറ്റവും മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രംഗങ്ങളിൽ അവരുടെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പുതിയ ആര്യമത പ്രചാരകന്മാർ ബുദ്ധമതത്തെയും ജൈനമതത്തെയും എതിർക്കാനാണ് അവരുടെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചത്. ആദ്യ ചിന്താഗതിക്കാർ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ പ്രതിബന്ധമായി നിന്ന 2 മതങ്ങളെയും ഈ എതിർപ്പുകൾക്ക് മുൻപിൽ പരാജയപ്പെടുകയും അധികം വൈകാതെ ജനങ്ങളിൽ നിന്ന് ഈ 2 മതങ്ങളും അകലുകയും ചെയ്തു. ആര്യൻ മിഷനറിമാർ ബുദ്ധവിഹാരങ്ങളെയും ബുദ്ധവിഗ്രഹങ്ങളെയും തല്ലി തകർക്കുക എന്ന നയം സ്വീകരിക്കാനും ഇടയുണ്ട്. കരുമാടി, പള്ളിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുള്ള തകർന്ന ബുദ്ധപ്രതിമ ഈ അനുമാനത്തെ ശരിവെക്കുന്നു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നും കിട്ടിയിട്ടുള്ള ബുദ്ധവിഗ്രഹങ്ങളുടെ നിർമ്മാണകാലം AD 7-ഉം 9-ഉം നൂറ്റാണ്ടുകൾക്കിടയിലാണെന്ന വസ്തുതയും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇനി ബ്രാഹ്മിൻസ് അക്കാലത്ത് ബുദ്ധവിഹാരങ്ങളും ബുദ്ധപ്രതിമകളും നശിപ്പിച്ചതോടൊപ്പം ഹിന്ദുമതം പ്രചരിപ്പിക്കാൻ അസംഖ്യം ഹൈന്ദവ ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും അവർ ചെയ്തിരുന്നു. ഇതേ ലക്ഷ്യം കണ്ടുകൊണ്ട് പല മട്ടിലുള്ള ക്ഷേത്രകലകളും ഉത്സവങ്ങളും അവർ ഏർപ്പെടുത്തിയിരുന്നു. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായ സിദ്ധന്മാർ വിഷ്ണു, ശിവൻ തുടങ്ങിയ ഹൈന്ദവ ദേവന്മാരുടെയും ദേവിമാരുടെയും ആരാധനക്ക് പ്രാചാരം നേടിക്കൊടുക്കുകയുണ്ടായി. ആര്യേതരമായിട്ടുള്ള ദേവതകളെയും ആചാരങ്ങളെയും ഹിന്ദുമതം സ്വന്തമാക്കുകയും ചെയ്തു. അവർ ഉൾക്കൊള്ളുകയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കൊറ്റവൈ എന്ന ദ്രാവിഡ ദുർഗയെ കാളി, ഭഗവതി എന്നീ പേരുകളിൽ ഹൈന്ദവ ദേവന്മാരുടെ അണികളിൽ അവർ മാറ്റുകയാണ് ചെയ്തത്. ജനസാമാന്യം ആരാധിച്ചു പോന്ന ശാസ്താവിനെ ബ്രാഹ്മിൻസ് ഹരിഹരപുത്രൻ, ഹരിയുടെയും ഹരൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പുത്രൻ എന്ന പേരിൽ ഹിന്ദു ആക്കിയിട്ട് മാറ്റി. ഹിന്ദുമതത്തിലെ ശൈവ വൈഷ്ണവ വിഭാഗങ്ങളെ ബുദ്ധമതത്തിൽ നിന്നും പുതുതായി ഹിന്ദുമതത്തിലേക്കും വന്നവരെയും ഒരുപോലെ ആകർഷിക്കാനാണ് ഈ പുതിയ ദേവനെ അവർ ഇങ്ങനെ വാർത്തെടുത്തത്. കാലമേറെ കഴിയും മുമ്പ് കേരളത്തിലെ ഹിന്ദുമതത്തിൽ വടക്കു നിന്നുള്ള ആര്യ ചിന്തകളുടെയും തെക്കുള്ള ദ്രാവിഡ ആശയങ്ങളുടെയും സമന്വയം നടന്നു. ഇങ്ങനെ ആര്യന്മാർ ദ്രാവിഡ ജനതയെ ഹിന്ദുമതത്തിലേക്ക് ലയിപ്പിച്ചത് ഒരു സായുധ ആക്രമണം കൊണ്ടായിരുന്നില്ല. സാമൂഹിക ലയനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉത്ഗ്രഥനത്തിൻ്റെയും ഒരു പ്രക്രിയയായിരുന്നു അത്. ഇനി ക്രിസ്തുമതത്തെക്കുറിച്ചിട്ട് നോക്കാം. AD 1-ാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുമതം കേരളത്തിൽ എത്തിയത്.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തുമതം യൂറോപ്പിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിനോ റോമിലെ മതമായിട്ട് പ്രതിഷ്ഠ നേടുന്നതിനോ മുൻപ് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഥവാ AD 1-ാം നൂറ്റാണ്ടിൽ റോമിലെ മതമായിട്ട് മാറുന്നതിന് മുമ്പ് കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. AD 52-ൽ തോമസ് പുണ്യവാളൻ അഥവാ സെൻറ്റ് തോമസ് മുസിഡിസിനടുത്തുള്ള മാലിയങ്കര പ്രദേശത്ത് വന്നെന്നും ഒട്ടേറെ ബ്രാഹ്മണരെയും മറ്റുള്ളവരെയും മതപരിവർത്തനം ചെയ്യിച്ചെന്നും മാലിയങ്കര, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, കൊല്ലം, നിരണം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 7 പള്ളികൾ സ്ഥാപിച്ചെന്നും ഐതിഹ്യമുണ്ട്. തോമസ് പുണ്യവാളനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഐതിഹ്യത്തിലുള്ള വിശ്വാസം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വിശ്വാസത്തിന് ആധാരമായിട്ടുള്ള തെളിവുകളെ ആധുനിക ഹിസ്റ്റോറിയൻസിൽ അധിക പേരും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവർഷത്തിന് മുമ്പ് കേരളവും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളും തമ്മിലുണ്ടായിരുന്ന വിപുലവും വാണിജ്യ ബന്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ തോമസ് പുണ്യവാളൻ്റെ കേരളാഗമനത്തിൽ തെറ്റൊന്നുമില്ല. AD 68-ൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ ജൂതന്മാർ പരമ്പരയാ സൂക്ഷിച്ചു പോരുന്ന വിവരണങ്ങളിൽ അന്ന് കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. AD 2-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച അലക്സാണ്ട്രിയൻ വിദ്യാലയ അധ്യക്ഷനായിട്ടുള്ള പാന്തേയനസ് അന്ന് കേരളത്തിൽ അഭിവൃദ്ധമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനൊരു പ്രബലത നൽകുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുമതം ഒരു വൈദേശിക മതമാണെങ്കിലും അത് ഇവിടെ പ്രത്യക്ഷപ്പെട്ട കാലം മുതൽ ഒരു ഏകദേശീയ മതം പോലെ മാനിക്കപ്പെടുകയും അത് വികാസം നേടുകയും ചെയ്തിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം AD 325-ൽ അഥവാ 4-ാം നൂറ്റാണ്ടിൽ നിസിയായിൽ വെച്ചു കൂടിയ സർവ്വദേശീയ ക്രൈസ്തവ മതസമ്മേളനത്തിൽ പലരുടെയും കൂട്ടത്തിൽ പേർഷ്യയുടെയും മഹത്തായ ഇന്ത്യയുടെയും മെത്രോപോലീത്ത എന്ന് വിശേഷിക്കപ്പെടുന്ന ജോഹന്നസും പങ്കെടുത്തിരുന്നു. ബാഗ്ദാദ്, നിനവെ, ജെറൂസലേം എന്നിവിടങ്ങളിലെ 7 ഗോത്രങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ നിന്നുള്ള 400 ക്രിസ്ത്യാനികൾ അടങ്ങിയ ഒരു സംഘം സിറിയക്കാർ AD 345-ൽ കാനായി തോമസ് ഓഫ് കാന എന്ന കച്ചവടക്കാരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെത്തിയപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചു. AD 6-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് കേരളം സന്ദർശിച്ച ബൈസന്റൈൻ സന്യാസിയായിട്ടുള്ള കോസ്മസ് ഇൻഡിക്കോപ്രീസ്തൂസ് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾ വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും രംഗത്ത് പ്രാമാണ്യം നേടുകയും രാജാക്കന്മാരുടെ പക്കൽ നിന്നും ഒട്ടേറെ ആനുകൂല്യങ്ങൾ വിശേഷ അധികാരങ്ങളും കൈപ്പറ്റുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ അഥവാ കുലശേഖരന്മാരുടെ കാലഘട്ടം 800 to 1102 AD അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വർത്തക സമുദായമായിട്ട് മാറി. ക്രിസ്ത്യൻസ് സ്ഥാണു രവിവർമ്മയുടെ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ സ്ഥാണു രവിവർമ്മ കുലശേഖരൻ്റെ 5-ാം ഭരണ വർഷത്തിൽ അയ്യനടികൾ തിരുവടികൾ എന്ന് പറഞ്ഞ വേണാട്ട് രാജാവ് തരിസാപ്പള്ളി ചെപ്പേട് നൽകുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ പ്രമാണിക്ക്. കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന വിലപ്പെട്ട ഒട്ടനധികം അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കുകയുണ്ടായി. രാജസിംഹൻ്റേതായിട്ട് താഴക്കാട്ടു പള്ളിയിലുള്ള ശാസനത്തിലെ മണിഗ്രാമത്തിലെ അംഗങ്ങളായിരുന്ന ചാത്തൻ വടുകൾ, ഇരവിച്ചാത്തൻ എന്നീ 2 ക്രിസ്ത്യൻ കച്ചവടക്കാർക്ക് അധികാരങ്ങൾ ചാർത്തി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. പിന്നെ വീരരാഘവൻ ചക്രവർത്തി എഴുതി കൊടുത്ത ചെമ്പുപട്ടയം അനുസരിച്ച് അദ്ദേഹം മഹോദയപുരത്തെ ഇരവികോർത്തനൻ എന്ന ക്രിസ്ത്യൻ വ്യാപാരിക്ക് ഒട്ടേറെ സ്ഥാനമാനങ്ങളും പുറമെ മണിഗ്രാമം എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ ഗിൽഡാണ് എന്ന വണിക് സംഘത്തിൻ്റെ നായക പദവിയും മണിഗ്രാമത്തിൻ്റെ നായക പദവിയും ഇദ്ദേഹത്തിന് ഈ ക്രിസ്ത്യൻ വ്യാപാരിക്ക് നൽകി. ഇരവി കോർത്തനന് നൽകി എന്ന് പറയുന്നുണ്ട് ഹിന്ദുക്കൾക്ക് തുല്യമായ നിലയിലാണ് അന്ന് ക്രിസ്ത്യാനികളോടും ഭരണാധികാരികൾ പെരുമാറിയിരുന്നത്. കേരളത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ജീവിതത്തിൽ ക്രിസ്ത്യൻസിന് വലിയ രീതിയിൽ സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ ക്രിസ്തുമതം വർഷങ്ങളിലൂടെ സത്വര പുരോഗതി നേടുകയും ക്രൈസ്തവ സഭ ഈ നാട്ടിലെ സുസംഘടിതമായ സ്ഥാപനങ്ങളിൽ ഒന്നായി തീരുകയും ചെയ്തു. അതിൻ്റെ ആരാധനാക്രമവും സംവിധാനവും സാംസ്കാരിക പ്രേരണകൾക്ക് വിധേയമാവുകയുണ്ടായി. സുറിയാനി ഭാഷയിലാണ് കുർബാനയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനികളെ സെൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ, സുറിയാനി ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അവർ സുറിയാനി ഭാഷയിലാണ് കുർബാന സ്വീകരിച്ചിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഭാഷയായിരുന്ന അരാമൈക്ക് അതിൻ്റെ ഒരു പ്രാദേശിക രൂപമാണ് സുറിയാനി എന്ന് പറയുന്നത്. ഇത് പേർഷ്യൻ ക്രൈസ്തവ സഭയുടെ ഭാഷയായി തീർന്നു. AD 6-ാം നൂറ്റാണ്ട് തൊട്ട് 16-ാം നൂറ്റാണ്ട് വരെ പേർഷ്യൻ സഭയുടെ വൈദികമായ മേൽനോട്ടത്തിലായിരുന്നു കേരളീയ ക്രൈസ്തവ സഭ ഉണ്ടായിരുന്നത്. സുറിയാനി ഭാഷ കേരള സഭയുടെ വിശുദ്ധ ഭാഷയായി തീരുകയും ചെയ്തിരുന്നു. മധ്യകാലത്ത് കൊല്ലത്തെത്തിയ ലാറ്റിൻ ക്രിസ്ത്യൻ മിഷനറിമാർ കേരളത്തിൽ ആരാധനയ്ക്ക് ആദ്യമായിട്ട് ലാറ്റിൻ ഭാഷ നടപ്പിലാക്കി. പോർച്ചുഗീസുകാർ വരികയും 1498-ൽ വാസ്കോഡ ഗാമയാണല്ലോ ആദ്യമായിട്ട് വന്നത്. അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഇവിടെ ഉറയ്ക്കുകയും ചെയ്തതോടെ ലാറ്റിൻ ഭാഷയിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യവും സ്ഥിരതയും ലഭിക്കുകയുണ്ടായി. തീരപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത്. ലാറ്റിൻ ക്രിസ്ത്യാനികളുടെ വലിയ സമുദായവും ഉയർന്നു വന്നു.
സെൻറ്റ് സേവിയർ പുണ്യവാളൻ്റെ പ്രവർത്തനവും ഉദയംപേരൂർ സുനഹദോസ് 1599 കേട്ടോ. കേരളത്തെ ഒരു ലാറ്റിൻ സഭയാക്കി മാറ്റുന്നതിന് വളരെ വലിയ രീതിയിൽ പങ്കുവഹിച്ചു. അങ്ങനെ കേരളത്തിലെത്തിയ ക്രിസ്ത്യൻസിൻ്റെ ഒരു വിഭാഗം പോപ്പിൻ്റെ അധികാരത്തിന് കീഴായി മാറുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യമായപ്പോൾ പോർച്ചുഗീസുകാരുടെ ശക്തി കേരളത്തിൽ ക്ഷയിക്കുകയും തലസ്ഥാനത്ത് ഡച്ചുകാർ സ്ഥാനം നേടുകയും ചെയ്തു. റോമിലെ പോപ്പിൻ്റെ കീഴിലായിരുന്ന കേരളീയ ക്രൈസ്തവ സഭയുടെ വിഭാഗം റോമൻ സ്വാധീനം വിട്ട് ബിഷപ്പുമാരുടെ കീഴിൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. വൈദേശിക അധ്യക്ഷന്മാരുടെ പിന്തുടർച്ച ആൻറ്റിയോക്കിലെ പാട്രിയാർക്കിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കേട്ടോ. ക്രിസ്ത്യൻ സഭ ഈസ്റ്റ് വെസ്റ്റ് സ്കിസം ഉണ്ടാകുന്നുണ്ടല്ലോ, ആ സമയത്ത് ഈ ബൈസൻറ്റൈനിലെ ആൻറ്റിയോക്കിൽ പാട്രിയാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ റോമിൽ പോപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ 2 രീതിയിൽ പിളരുന്നുണ്ട് ക്രിസ്തു മതം. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിലുള്ളവരെ ആൻറ്റിയോക്കിലെ പാട്രിയാർക്കിൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പോർച്ചുഗീസുകാർ വരുമ്പോൾ അവർ റോമിലെ പോപ്പിൻ്റെ കീഴിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഉദയംപേരൂർ സുനഹദോസൊക്കെ അതിന് വേണ്ടിയിട്ടുണ്ടായ സംഭവമാണ് കേട്ടോ. പിന്നെ കൂനൻ കുരിശുദ്ധം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ആ സമയത്ത് നടത്തിയതാണ് കേട്ടോ. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ പ്രതിഷ്ഠ നേടിയതോടുകൂടി ചർച്ച് മിഷൻ സൊസൈറ്റി ഓഫ് ലണ്ടൻ, ഇത് ഇംഗ്ലീഷുകാരുടേതാണ് കേട്ടോ. CMS ഇവിടുത്തെ സുറിയാനി സഭയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറേ കാലം സിറിയൻ പുരോഹിതന്മാരും CMS മിഷനറിമാരും പരസ്പരം സഹകരിച്ചു. ഒടുവിൽ മിഷനറിമാർ സുറിയാനി സഭയിൽ നിന്നും അതിൻ്റെ ബിഷപ്പുമാരിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം നിലയിൽ പ്രവർത്തിച്ചു. അതാണ് CMSകാർ കേട്ടോ. അതിൻ്റെ ഫുൾ ഫോം ചർച്ച് മിഷൻ സൊസൈറ്റി ഓഫ് ലണ്ടൻ ആണ് കേട്ടോ. അവരുടെ ശ്രമത്തിൻ്റെ ഫലമായാണ് ആംഗ്ലിക്കൻ സഭ രൂപം കൊണ്ടത്. CMS മിഷനറിമാരുടെ സ്വാധീന ശക്തിയിൽപ്പെട്ട സുറിയാനി സഭാ പുരോഹിതന്മാർ സുറിയാനി പള്ളികളിൽ ആരാധനാ ഭാഷയായിട്ട് സുറിയാനിക്ക് പകരം മലയാളം ഏർപ്പെടുത്തുക തുടങ്ങിയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും സുറിയാനി സഭയിലെ ബിഷപ്പുമാരും പുരോഹിതന്മാരും ഇവരുടെ പരിഷ്കാരത്തെ പ്രതികൂലിക്കുകയും ചെയ്തു. അതുകൊണ്ട് പരിഷ്കരണവാദികൾ ജാക്കോബൈറ്റ് സിറിയൻ സഭ, ആംഗ്ലിക്കൻ സഭ, റോമൻ കത്തോലിക്കൻ സഭ എന്നിവയിൽ വ്യത്യസ്തമായിട്ട് മാർത്തോമാ സുറിയാനി സഭ സ്ഥാപിച്ചു. ഇങ്ങനെ തോമസ് പുണ്യവാളൻ്റെ ആഗമനത്തിനു ശേഷം 19 നൂറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭ വൈദേശിക സഭകളുടെ തുടരെയുള്ള സ്വാധീന ശക്തികൾക്ക് വിധേയമാവുകയും 5 ശാഖകളായിട്ട് പിരിയുകയും ചെയ്തു. പ്രധാനമായിട്ടും തൃശ്ശൂരും എറണാകുളത്തും പ്രവർത്തിക്കുന്ന നെസ്റ്റോറിയൻ സഭ, തിരുവനന്തപുരത്ത് നെസ്റ്റോറിയൻ സഭയ്ക്കൊരു ശാഖയുണ്ട്. കേരളത്തിൽ മുഴുവനായിട്ടും വ്യാപിച്ചിട്ടുള്ള സുറിയാനി, ലാറ്റിൻ, മലയാളം എന്നീ 3 ഭാഷകൾക്കും പ്രാർത്ഥനകൾക്ക് അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള റോമൻ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നറിയപ്പെടുന്ന ജാക്കോബൈറ്റ് സുറിയാനി സഭ, ഇപ്പോൾ ദക്ഷിണ ഭാരതീയരുടെ സഭയായിട്ട് പ്രവർത്തിക്കുന്ന ആംഗ്ലിക്കൻ സഭ, പിന്നെ മാർത്തോമ സുറിയാനി സഭ എന്നിവയാണ് ഈ 5 ശാഖകൾ. ഫസ്റ്റ് വൺ നെസ്റ്റോറിയൻ സഭ, രണ്ടാമത്തേത് റോമൻ കത്തോലിക്ക സഭ, മൂന്നാമത്തേത് ഇന്ന് ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നറിയപ്പെടുന്ന ജാക്കോബൈറ്റ് സുറിയാനി സഭ, നാലാമത്തേത് ആംഗ്ലിക്കൻ സഭ, അഞ്ചാമത്തേത് മാർത്തോമ സുറിയാനി സഭ. പല വൈദേശിക സഭകളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ദൗത്യ സംഘങ്ങളെയും ചെറിയ സംഘങ്ങളുടെയും ഒട്ടേറെയും വേറെയുണ്ട്. കേരളത്തിൽ വിവിധ സഭകളുടെയും ആരാധനാക്രമങ്ങളും സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്നതിൽ വിവിധ സാംസ്കാരിക പ്രേരണകൾ പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ ക്രിസ്തുമതത്തിൻ്റെ വികസനങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഹൈന്ദവ സഹോദരന്മാരുടെയും ഭാഷയും വേഷവും ശീലവും സ്വീകരിച്ച് കേരളീയമായിട്ടുള്ള ഒരു രീതി അവർ ഉണ്ടാക്കിയെടുത്തു. അവർ വിശ്വാസത്തിൽ ക്രിസ്ത്യാനികളാണെങ്കിലും മറ്റെല്ലാ അംശത്തിലും തനി കേരളീയരാണ്. യഹൂദ മതത്തെക്കുറിച്ചിട്ട് പറയാം. ക്രിസ്ത്യാനികളെ പോലെ ജൂതന്മാരും പണ്ടേ കേരളത്തെ സമുദായത്തിൽ ഒരു ഭാഗമായിട്ടുള്ളവരാണ്. മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ AD 68 1-ാം നൂറ്റാണ്ടിൽ തന്നെ എത്തിച്ചേർന്നിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 10,000 ജൂതമത വിശ്വാസികൾ കേരളത്തിൽ വന്നിരുന്നതായും കൊടുങ്ങല്ലൂർ, പാലയൂർ, മാള, പുല്ലൂറ്റി എന്നിവിടങ്ങളിൽ താമസം ഉറപ്പിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഇതിന് ശക്തമായിട്ട് നിൽക്കുന്ന കാര്യം തെളിവുകളൊന്നുമില്ല എന്നുണ്ടെങ്കിലും ഈ വിശ്വാസത്തിൻ്റെ സാധുതയെ ചില പണ്ഡിതന്മാർ നിഷേധിക്കുന്നുമുണ്ട് കേട്ടോ. സോളമൻ്റെ കപ്പലുകൾ വാണിജ്യ കാര്യങ്ങൾക്ക് കേരളത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് BC 1000-ാം നൂറ്റാണ്ടിന് മുമ്പേ കേരളത്തെക്കുറിച്ചിട്ട് പ്രാചീന യഹൂദന്മാർക്ക് അറിയുമായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ജൂതന്മാർക്ക് സ്വന്തം നാട്ടിൽ മതപീഡനം നേരിടേണ്ടി വന്നപ്പോൾ രക്ഷാകേന്ദ്രം തേടി കേരളത്തിലേക്ക് പുറപ്പെട്ടു എന്ന് കരുതുന്നതിൽ തെറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവർ AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ മുസിരിസിൽ അഥവാ കൊടുങ്ങല്ലൂരിൽ വന്ന് ആദ്യത്തെ താവളം ഉറപ്പിച്ചിരിക്കാം. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതത്തിൻ്റെ പ്രചാരത്തോടെ ജന്മഭൂമിയിൽ കൂടുതൽ മതവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ ജൂതന്മാർ കേരളത്തിലേക്ക് സംഘങ്ങളായിട്ട് പോന്നിരിക്കാനിടയുണ്ട്. ജൂതകേന്ദ്രങ്ങൾക്ക് പുറമെ നേരത്തെ നമ്മൾ പറഞ്ഞതിന് പുറമെയുള്ള കൊല്ലം, പന്തലായനി, കൊല്ലം, ചാവക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ജൂതന്മാർ അധിവസിച്ചിരുന്നതായിട്ടുള്ള
വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ കാണിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ അവർ താമസിച്ചിരുന്നു. ചാവക്കാട്ടെ ജൂതക്കുന്നും മാടായിലെ ജൂതക്കുളവുമാണ് ഇതിനുള്ള തെളിവുകൾ. വേറെ ഒന്നും തെളിവുകളായിട്ട് കാണുന്നില്ല കേട്ടോ. കേരളത്തിലെ ജൂതർ അവരുടെ മുൻഗാമികളായിരുന്ന ക്രിസ്ത്യാനികളെ പോലെ വമ്പിച്ച സാമ്പത്തിക അഭിവൃദ്ധി നേടുകയും രാജാക്കന്മാരിൽ നിന്ന് വിലപ്പെട്ട വിശേഷാധികാരങ്ങൾ സമ്പാദിക്കുകയും ചെയ്തിരുന്നു. ഭാസ്കര രവിവർമ്മ ചക്രവർത്തിയുടെ AD 1000 ആണ്ടത്തെ ജൂതശാസനം അദ്ദേഹം ജോസഫ് റബ്ബാന് നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് ഒട്ടധികം അവകാശങ്ങൾ നൽകുന്ന രേഖയാണ് ഈ ജൂതപ്രമാണം കേട്ടോ. ഭാസ്കര രവിവർമ്മ ചക്രവർത്തി ജോസഫ് റബ്ബാന് നൽകുന്ന ജ്യൂസ് കോപ്പർ പ്ലേറ്റ് കേട്ടോ. പോർച്ചുഗീസുകാരുടെ ആഗമനം വരെ ജൂതന്മാർക്ക് സമുദായത്തിൽ ബഹുമാന്യ സ്ഥാനമുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ അവരെ പീഡിപ്പിക്കുകയും 1565 അഥവാ 16-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാറി താമസിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ഈ കുടിമാറ്റത്തിനിടയ്ക്കാണ് 1567 മട്ടാഞ്ചേരിയിലുള്ള വെള്ളജൂതന്മാരുടെ പള്ളി കേട്ടോ. അതിനുശേഷം നൂറ്റാണ്ടുകളായി അവർ മധ്യകേരളത്തിലും പ്രധാനപ്പെട്ട ഒരു സംഘമായിട്ട് വർത്തക സംഘമായിട്ട് മാറി. ഇവരുടേതാണ് 5 വണ്ണം കേട്ടോ. 5 വണ്ണം ജൂതന്മാരുടെ ഗിൽഡാണ്. ക്രിസ്ത്യൻസിൻ്റേത് മണിഗ്രാമം. 5 വണ്ണവും മണിഗ്രാമം കേട്ടോ. ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും കാലത്ത് വാണിജ്യ പ്രവർത്തനങ്ങളും മതകാര്യങ്ങളിലും പരിപൂർണ സ്വാതന്ത്ര്യം ഇവർക്ക് ജൂതൻസിനുണ്ടായിരുന്നു. 1948 മെയ്യിലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ജൂതരാഷ്ട്രം ഉണ്ടായത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രം ഉണ്ടായപ്പോൾ ജൂതന്മാർ അങ്ങോട്ട് താമസം മാറ്റി. 1991 സെൻസസ് പ്രകാരം 120ഓളം ജൂതന്മാരെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് നോക്കുമ്പോൾ ഇസ്ലാം മതവും കേരളത്തിൽ നേരത്തെ പ്രചരിച്ചു തുടങ്ങിയതാണ്. പ്രവാചകൻ്റെ കാലത്തിന് മുൻപേ അറേബ്യയും കേരളവും തമ്മിൽ വലിയ രീതിയിൽ വാണിജ്യം ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പോലെ തന്നെ അറബികളും കൊടുങ്ങല്ലൂരാണ് താമസം ഉറപ്പിച്ചിരുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തുറമുഖ നഗരമായിരുന്നു കൊടുങ്ങല്ലൂർ കേട്ടോ, മുസിരിസ്. പിന്നീട് 1341 പെരിയാറിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഗതി മാറി വരികയാണ് ചെയ്യുന്നത് പെരിയാർ. ആ സമയത്ത് 1341 14-ാം നൂറ്റാണ്ടിലെ ഈ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂരിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടാൻ കാരണം. പിന്നീട് കൊച്ചി തുറമുഖം രൂപമെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഭാഗത്ത് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു ഭാഗത്ത് അവർ സ്വന്തമായിട്ട് മുസ്ലിംസ് സങ്കേതം സ്ഥാപിച്ചിരുന്നു. ഈ അറബി കച്ചവടമായിരിക്കാം 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഇസ്ലാം മതം കേരളത്തിൽ പ്രചരിപ്പിച്ചത്. ക്രിസ്തു മതവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇസ്ലാം മതത്തിൻ്റെ വികാസം മന്ദഗതിയിലായിരുന്നു. കാരണം ക്രിസ്തു മതം കുറച്ചും കൂടി സ്പീഡ് കേരളത്തിൽ സ്പ്രെഡ് ചെയ്തിരുന്നു. സുലൈമാൻ്റെ കേരള സന്ദർശന കാലത്ത്, സുലൈമാൻ എന്ന് പറയുന്നത് സ്ഥാണു രവിവർമ്മ കുലശേഖരൻ്റെ കാലഘട്ടത്തിലാണ് കേരളം സന്ദർശിക്കുന്നത്. കേരളത്തിൽ അധികം മുസ്ലിങ്ങളിലായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇരു രാജ്യക്കാരിലും ഇന്ത്യക്കാരിലും ചൈനക്കാരിലും മുഹമ്മദ് മതം സ്വീകരിക്കുകയും അറബി ഭാഷ സംസ്കരിക്കുകയും ചെയ്തിരുന്ന ഒരാളെപ്പോലും ഞാൻ കണ്ടിട്ടില്ലാന്ന്. ഒടുവിലത്തെ ചേര ചക്രവർത്തിയായിട്ടുള്ള ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കയിലേക്ക് പോയെന്നും അതിനെ തുടർന്നാണ് ആ മതം കേരളത്തിൽ പ്രചരിച്ചതെന്നും ഒരു ഐതിഹ്യം നിലവിലുണ്ടല്ലോ. ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാലിക് ഇബ്നു ദീനാറും കുടുംബവും കേരളത്തിൽ വരികയാണ് ഉണ്ടായതെന്നും ഒരു കഥയുണ്ട്. അവർ ആദ്യം കൊടുങ്ങല്ലൂർ ഇറങ്ങിയെന്നും രാജാവ് ആദിത്യ മര്യാദയോടെ അവരെ സ്വീകരിച്ചെന്നും പറയപ്പെടുന്നു. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി പോലെ ആദ്യത്തെ മുസ്ലിം പള്ളിയും കൊടുങ്ങല്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരിൽ ലഭിച്ച സ്വീകരണത്താൽ പ്രചോദിതരായി മാലിക് ഇബ്നു ദീനാറും കുടുംബവും കേരളത്തിലെ മറ്റു ഭാഗങ്ങൾ സന്ദർശിക്കുകയും പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തതായിട്ട് പ്രസ്താവമുണ്ട്. കൊല്ലം, മാടായി അഥവാ പഴയങ്ങാടി, കാസർഗോഡ്, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയം എന്നിവിടങ്ങളിലെ പള്ളികൾ ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. ഇസ്ലാം മതം നൂറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിൽ വലിയ രീതിയിൽ പ്രചാരം നേടിയിട്ടുണ്ട്. ഇവിടെ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ സംഖ്യാബലം കൊണ്ട് മികച്ചു നിൽക്കുന്നത് മുസ്ലിം സമുദായമാണ്. ഈ മതത്തിനുണ്ടായ പുരോഗതി പല രീതിയിലും കേരളീയ രാജാക്കന്മാർ അനുവർത്തിച്ച മതസഹിഷ്ണുതാ നയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉത്തര കേരളത്തിൽ വിശേഷിച്ചും അങ്ങനെയായിരുന്നു. അവിടെ കോഴിക്കോട്ടെ സാമൂതിരിമാർ എല്ലാ മാർഗങ്ങളിലും മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിൽ സംരക്ഷണവും പ്രോത്സാഹനവും നൽകിയിരുന്നു. സാമൂതിരിമാർ അധികാരത്തിലിരുന്നപ്പോൾ കോഴിക്കോട്ടെ ഗണനീയമായ ഒരു പ്രമുഖ ശക്തിയായിരുന്നു മുസ്ലിങ്ങൾ. അവർ രാജാക്കന്മാരുടെ വിശ്വാസം ആർജിക്കുകയും രാജ്യകാര്യങ്ങളിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നു. സാമൂതിരിമാർ തങ്ങളുടെ ഭാഗധേയം എന്ന് കരുതി മുസ്ലിങ്ങൾക്ക് വിശേഷ പരിഗണനയും സഹായങ്ങളും നൽകിയിരുന്നു. അവരായിരുന്നു സാമൂതിരിമാരുടെ നാവിക പടയാളികൾ. സാമൂതിരിയുടെ നാവിക സേനാപതിമാരായിരുന്നു പടയാളികളായിരുന്നു കുഞ്ഞാലിമാർ. പോർച്ചുഗീസുകാരുടെ സാമ്രാജ്യ വികസനത്തിനെതിരായിട്ട് നടത്തിയ വീരസമരങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ ഈ കുഞ്ഞാലിമാർ നടത്തിയിട്ടുള്ള സമരങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മാപ്പിളമാർ എന്ന് വിളിക്കപ്പെടുന്ന മലബാർ മുസ്ലിങ്ങൾ സാമൂതിരിക്ക് വേണ്ടി എന്തിനും സന്നദ്ധരായിരുന്നവരായിരുന്നു. നാവിക സൈന്യത്തിലേക്ക് വേണ്ടത്ര മാപ്പിളമാരില്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട മുക്കുവ കുടുംബങ്ങളിൽ നിന്ന് 1-2 അംഗങ്ങളെ വീതം മുസ്ലിങ്ങളായിട്ട് വളർത്തി കൊണ്ടുവരാൻ പോലും സാമൂതിരിമാർ കൽപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു അത്രേ.